വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് വെറും 10 മിനിറ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നെയ്യും പാലും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരണം. ആ ഒരു സമയം വരെയാണ് പാല് ചൂടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പാല് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 കപ്പ് അളവ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പാൽപ്പൊടി ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് പാലുമായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അവിടെ ഇവിടെയും ചെറിയ കട്ടകൾ ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ റെഡിയായി വന്നോളും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൽപ്പൊടി പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്ന് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പലഹാരം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് കട്ടിയായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ ഒരു പഞ്ചസാരയും പാലും ആ ഒരു പാൽപ്പൊടിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പലഹാരം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ലിക്വിഡായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്കിപ്പോൾ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പാൽപ്പൊടി എവിടെയെങ്കിലും കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞ് വന്നോളും. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കട്ടിയായിട്ട് തുടങ്ങും. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരാൻ വേണ്ടി തുടങ്ങും. കൈ എടുക്കാതെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ടിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓൾറെഡി അത് നല്ല തിക്കായിട്ട് വന്നതാണ്. ആ ഒരു നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഡോ കൺസിസ്റ്റൻസിയിലോട്ടേക്ക് എത്തും. ആ ഒരു പരുവാകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു നല്ലൊരു ഡോ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നതിന് ശേഷം ഇത് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ നീഡ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു പലഹാരം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ ഇതുപോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റിലയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്താൽ മതി. നമുക്കിവിടെ കൈ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് നല്ല ചൂടിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതിന് നീഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് ഇപ്പോൾ വന്നതായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഞാനിത് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ റോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്ന് അത് കറക്റ്റ് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അരമണിക്കൂർ നേരം ഞാനിവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറമേ വെച്ചിട്ട് തന്നെയാണ് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരാഴ്ചയോളൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. ഇനി ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സമയം സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന പാൽ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ സ്വീറ്റ്സ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.